നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവം. 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായാണ് യാത്ര. മനസ്സിൽ പതിയുന്ന തെയ്യക്കാഴ്ചകളെ കമനീയ രൂപങ്ങളാക്കി കാസർകോട്ടെ ധ്യാൻ കൃഷ്ണ. 10 വയസ്സുകാരന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത് ജീവൻ തുടിക്കുന്ന തെയ്യക്കാഴ്ചകൾ. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള വനിതാ ജീവനക്കാർക്ക് താമസിക്കുവാൻ നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു നൽകിയില്ല. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് നഗരത്തിൽ ലോട്ടറി സ്റ്റാളിനും ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്കും തീ പിടിച്ചു. ഫയർഫോഴ്സിന്റെ സംയോജിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനടയാത്രക്കാർക്ക് മേൽ നടപ്പാലം നിർമ്മിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും VV രമേശൻ. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിക്ക് കാസർഗോട്ട് തുടക്കമായി. കാനായി കുഞ്ഞിരാമന്റെ വസതിയിലെത്തി അഭിപ്രായം ശേഖരിച്ച് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. തൃക്കരിപ്പൂരിൽ ഭക്ഷണം നൽകുവാൻ വൈകിയെന്നാരോപിച്ച് ഹോട്ടലിന് നേരെ യുവാക്കളുടെ ആക്രമം. 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ഹോട്ടലിലെ ഇതര സംസ്ഥാന ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പയ്യന്നൂർ സ്വദേശികളായ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള 25ഓളം വരുന്ന സംഘമാണ് തൃക്കരിപ്പൂർ ടൗണിലെ പോക്കോ ഹോട്ടൽ അടിച്ച് തകർക്കുകയും ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തത്. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഷിഹാബുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് അതിക്രമം നടന്നത്. രാത്രി 11 മണിയോടെ ആദ്യം 4 യുവാക്കളാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാൻ എത്തിയത്. ഓർഡർ ചെയ്ത് ഭക്ഷണം എത്തുവാൻ വൈകിയെന്നാരോപിച്ച് ഇവർ ഹോട്ടലിലെ ഗ്ലാസുകളും പാത്രങ്ങളും എറിഞ്ഞ് തകർക്കുകയായിരുന്നു. ഉടമ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്ദേര പോലീസ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ കൂടുതൽ പേരായി സംഘടിച്ചെത്തിയ സംഘം ഹോട്ടലിൽ അക്രമം നടത്തുകയായിരുന്നു. ഹോട്ടലിന്റെ ചില്ലുകൾ തകർക്കുകയും ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഡെലിവറി വാഹനങ്ങളും സംഘം തകർത്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പയ്യന്നൂർ സ്വദേശികളായ യുവാക്കൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. കണ്ടാലറിയാവുന്ന 19 പേർക്കെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. അക്രമത്തിന്റെ CCTV ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. കർണാടകയിലെ ഉള്ളാർ ദർഗയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് കാസർഗോട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയതും സംഘടിത സമൂഹമായി അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതും സമസ്തയുടെ കർമ്മഫലമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇതിന്റെ ഫലം മറ്റ് സമൂഹങ്ങൾക്ക് കൂടി പലതരത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ദിശ നിർണയിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് ചെർക്കളയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു AP അബൂബക്കർ മുസ്ലിയാർ. സമാധാന സന്ദേശങ്ങൾ പരസ്പരം കൈമാറുവാനും പട്ടിണി മാറ്റി പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനുമാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതെന്നും AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിച്ചു.
സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കർണാടക സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ M രാജഗോപാലൻ, NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, വിവേകാനന്ദ സരസ്വതി, ഫാദർ മാത്യു ബേബി, M അബ്ദുൽ റഹ്മാൻ, PK ഫൈസൽ, ഹക്കീം കുന്നിൽ, ഹർഷാദ് വോർക്കാടി എന്നിവർ സംബന്ധിച്ചു. പ്രമുഖ മത പണ്ഡിതന്മാർ പങ്കെടുത്തു. ഉള്ളാളിൽ നിന്നും ആരംഭിച്ച യാത്ര ഈ മാസം 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മനസ്സിൽ പതിയുന്ന തെയ്യ കാഴ്ചകളെ കമനീയ രൂപങ്ങളാക്കി കാസർഗോട്ടെ ധ്യാൻ കൃഷ്ണ. 10 വയസ്സുകാരന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത് ജീവൻ തുടിക്കുന്ന തെയ്യ കാഴ്ചകളാണ്. പുല്ലൂർ കേരളത്തെ അശ്വതിയുടെയും വലിയ പോയിലിലെ അജേഷിന്റെയും മകനായ ധ്യാൻ കൃഷ്ണനാണ് തെയ്യങ്ങളുടെ രൂപങ്ങൾ ഒരുക്കി വിസ്മയം തീർക്കുന്നത്. ഈർക്കിൽ, മുളച്ചീന്ത്, കാർഡ്ബോർഡ്, തെർമോകോൾ തുടങ്ങിയ പാഴ്വസ്തുക്കളെ കൂട്ടിയോജിപ്പിച്ചാണ് വിവിധ തെയ്യങ്ങളുടെ രൂപങ്ങൾ തീർക്കുന്നത്. പിന്നീട് അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് മുഖത്തെഴുത്ത് നടത്തും. കളിയാട്ട സ്ഥലത്തെ അണിയറകളിലെത്തി കോലധാരികളുടെ അടുത്ത് ചെന്നാണ് ഈ 10 വയസ്സുകാരൻ തെയ്യങ്ങളുടെ മുഖത്തെഴുത്തിന്റെ വർണ്ണക്കൂട്ടുകളെ മനസ്സിലാക്കുന്നത്. അച്ഛൻ അജേഷിന്റെ തറവാട്ടിലെയും വലിയ പൊയിലിലെയും പെരളത്തെയും തറവാടുകളിൽ കളിയാട്ടം കാണുവാൻ പോകുമ്പോൾ മനസ്സിൽ പതിഞ്ഞ തെയ്യങ്ങളുടെ രൂപങ്ങളാണ് നിരന്തര പരിശ്രമങ്ങളിലൂടെ രൂപങ്ങളാക്കി മാറ്റിയത്. തിരുവപ്പൻ, വിഷ്ണുമൂർത്തി, ഭഗവതി, വൈരജാതൻ, ചാമുണ്ടി, പൊട്ടൻ തെയ്യം തുടങ്ങി നിരവധി തെയ്യങ്ങളുടെ രൂപങ്ങൾ ഇതിനകം ഒരുക്കി കഴിഞ്ഞു. ഈ അവധിക്കാലത്ത് തെയ്യങ്ങളുടെ രൂപങ്ങൾ ഒരുക്കുവാനാണ് ധ്യാൻ സമയം കണ്ടെത്തിയത്. എൻ്റെ പേര് ധ്യാൻ കൃഷ്ണ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് സാനന്തട്ട. എൻ്റെ അമ്മയുടെ വീട് പെരളം പുല്ലൂർ. എൻ്റെ അച്ഛൻ്റെ വീട് ചെറുവത്തൂർ വലിയ പോയിൽ. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് 1ാം ക്ലാസ് മുതലാണ്. ഇത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടും തുണികൾ കൊണ്ടുമാണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂല്, ഫോം ഷീറ്റ്, പെയിന്റ്, ഈർക്കിൽ, പേപ്പർ, ക്ലേകൾ ആണ്. ധ്യാനിന്റെ പരിശ്രമങ്ങൾക്ക് കൂട്ടായി വലിയച്ഛൻ തമ്പാനും വല്യമ്മ അംബികയും ഒപ്പമുണ്ട്. ഇതാണ് ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് കാർഡ്ബോർഡ്, പിന്നെ ബൈൻഡ് പൊതി, പിന്നെ പേപ്പറ്, കളറ്, മരത്തടി, ഇതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള വനിതാ ജീവനക്കാർക്ക് താമസിക്കുവാനായി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കുവാൻ നടപടിയില്ല. മഞ്ചേശ്വരത്തെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും മറ്റും വിദൂര നാടുകളിൽ നിന്നും എത്തുന്ന വനിതാ ജീവനക്കാർക്കായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഹോസ്റ്റൽ നിർമ്മിച്ചത്. വർക്കാടിയിൽ മലയോര ഹൈവേക്ക് സമീപം മജീർ പള്ളയിലെ ധർമ്മനഗറിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് 10,000 ചതുരശ്ര അടിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസം, വൈദ്യുതി വകുപ്പ്, ബാങ്കിംഗ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലായി നിരവധി വനിതാ ജീവനക്കാരാണ് മഞ്ചേശ്വരം മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇവരിൽ ഭൂരിഭാഗവും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരാണ്. വർക്കാടി ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ, ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന ജീവനക്കാർ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. മതിയായ താമസ സൗകര്യമില്ലാത്തതിനാൽ ജീവനക്കാർ ഉടൻ സ്ഥലം മാറ്റം നേടുകയോ അവധിയിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നത് അതിർത്തി മേഖലയുടെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്.
AK അഷ്റഫ് MLA മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴാണ് ഹോസ്റ്റൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. 2019 ഡിസംബറിലാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും ബ്ലോക്കിലെ 7 പഞ്ചായത്തുകൾ 5 ലക്ഷം രൂപ വീതവുമായി 1 കോടി രൂപയാണ് ഹോസ്റ്റലിനായി അന്ന് വകയിരുത്തിയത്. ഹോസ്റ്റലിന്റെ പരിപാലനത്തിനായി സബ് കമ്മിറ്റി രൂപവൽക്കരിക്കുവാനും വാടക ഇനത്തിൽ ചെറിയ തുക ഈടാക്കാനുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. 2 നിലകളിലായി വിശാലമായ മുറികളും അടുക്കളയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഹോസ്റ്റൽ കെട്ടിടം. കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടും 2 വർഷം വൈകിയത് വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാലായിരുന്നു. എന്നാൽ സമീപകാലത്ത് തന്നെ വൈദ്യുതീകരണം പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടനം നടത്തുകയായിരുന്നു. എന്നാൽ ഹോസ്റ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കുവാനുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്താൽ ഉടൻ ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിക്കുവാൻ നടപടിയെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നഗരത്തിൽ ലോട്ടറി സ്റ്റാളിനും ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്കും തീ പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ഫയർഫോഴ്സ് എത്തി തീ അണച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റ് കടകളിലേക്കും തീ പടർന്ന് വൻ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപമാണ് ലോട്ടറി സ്റ്റാളിനും ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്കും തീപിടിച്ചത്. രാത്രി 11:15 കൂടിയാണ് കടകൾക്ക് തീപിടിച്ച വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ ഉടൻ തന്നെ വിവരമറിയിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VM സതീശന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടലാണ് തൊട്ടടുത്ത കടകളിലേക്ക് തീ വ്യാപിക്കാതെ തടഞ്ഞത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അമൽ രാജ്, വൈശാഖ്, പാർത്ഥസാരഥി, രമേശ, അനുശ്രീ, ഹോംഗാർഡ് രാകേഷ്, ശ്രീജിത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കട ഉടമസ്ഥരുടെ പേര് വിവരം ലഭ്യമായിട്ടില്ല. കടകൾക്ക് ആരെങ്കിലും തീവെച്ചതാണോ മറ്റേതെങ്കിലും കാരണം കൊണ്ട് തീപിടുത്തമുണ്ടായതാണോ എന്ന കാര്യം പരിശോധിച്ച് വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രക്കാർക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും VV രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനടയാത്രയ്ക്കായി മേൽനടപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ. ഈ വർഷം അവസാനത്തോടെ തന്നെ നടപ്പാലം യാഥാർത്ഥ്യമാക്കും. ഇതിനായി സ്ഥലപരിശോധന പൂർത്തിയാക്കി രൂപരേഖയും തയ്യാറാക്കി. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന് VV രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ഇനി കാഞ്ഞങ്ങാട് വരുന്ന ദിവസം നമ്മുടെ കോട്ട അദ്ദേഹം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവണം. നമുക്ക് എങ്ങനെ ആണ് അത് ഒരു ജനസൗഹൃദ മേഖലയാക്കി മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിച്ചതിനനുസരിച്ചുള്ള പദ്ധതി സർക്കാരിൻ്റെ ഒരു സഹായത്തോടുകൂടി യാഥാർത്ഥ്യമാക്കാം. ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്മശാനം ഉണ്ട്. പറയുന്നത് നേരത്തെ പറഞ്ഞാണ്. എന്തായാലും ആദ്യ പദ്ധതിയിൽ തന്നെ വൈദ്യുതി ശ്മശാനം നമ്മൾ ഉണ്ടാകും. മിനിമാക്സിന് ഏറെ പ്രാധാന്യം കൊടുക്കും. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, അതിന് എല്ലാവർക്കും ഇരുട്ടുമാറ്റി വെളിച്ചമുണ്ടാക്കാൻ്റെ പദ്ധതി ഉണ്ടാക്കും. അതുപോലെ തന്നെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ക്യാമറ വെക്കണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെയൊക്കെ ക്യാമറ വെക്കാം. അതിനുള്ള പദ്ധതിയൊക്കെ ഈ എമർജൻസി എന്നതിൽ ഉൾപ്പെടുത്തി ആയിട്ടും പുതിയ ഇതാണ്. മറ്റ് ഇവിടെ വെച്ച് ഒന്നും തന്നെ സിറ്റി ഗ്യാസിൻ്റെ ആദ്യം കണക്ഷൻ കൊടുക്കുന്ന പഞ്ചായത്ത് അജാനൂർ, പിന്നെ കാഞ്ഞങ്ങാട് നഗരസഭ എന്നാണ് അവർ നേരത്തെ പറഞ്ഞത്. നഗരത്തിലെ അനധികൃത പാർക്കിംഗ് തടയും. കൂടുതൽ ഓട്ടോ സ്റ്റാൻഡുകളുടെ ആധിക്യം പരിശോധിക്കും. നഗരത്തിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകും. പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. മുറികൾ ഭൂരിപക്ഷവും ലേലത്തിൽ പോയിട്ടുണ്ട്. മുനിസിപ്പൽ ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആധുനിക സൗകര്യങ്ങളോടെ മാറ്റും. പടിഞ്ഞാറ് ഭാഗത്തുള്ള 3 നില കെട്ടിടത്തിലായിരിക്കും മാറ്റുക. പഴയ ഓഫീസ് സോണൽ ഓഫീസായി നിലനിർത്തും. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഈ ഭരണസമിതിക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും VV രമേശൻ പറഞ്ഞു.
അരയിപ്പുഴ നമ്പ്യാർക്കാൽ അണക്കെട്ടിൽ പാർക്ക് സ്ഥാപിക്കാൻ ആലോചനയുണ്ട്. ലക്ഷ്യമിടുന്നത് മാലിന്യമുക്ത കാഞ്ഞങ്ങാട്ടാണെന്നും വി രമേശൻ. ഉപാധ്യക്ഷ ലതാ ബാലകൃഷ്ണനും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സോഷ്യൽ മീഡിയ വഴി കലാപമുണ്ടാക്കുവാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. നാട്ടിൽ കലാപമുണ്ടാക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ പ്രചരിപ്പിച്ച് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. തൃക്കരിപ്പൂർ ഉടുമ്പുംതലയിലെ ഫൈസലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. മാടക്കാലിലെ പി പ്രമോദിന്റെ പരാതിയിലാണ് കേസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജനുവരി 3 മുതൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2026 കേരള നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റുകളുടെയും 1ാം ഘട്ട പരിശോധന ജനുവരി 3 ആരംഭിക്കും. കാസർഗോഡ് കളക്ടറേറ്റിലെ EVM വെയർഹൌസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ വെച്ച് നടക്കുന്ന പരിശോധന ജനുവരി 25 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് FLC വിജയിക്കുന്ന യന്ത്രങ്ങൾ മാത്രമേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയുള്ളൂ. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിവിധ തലങ്ങളിൽ ഈ പ്രക്രിയ നിരീക്ഷിക്കുന്നുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. പരിശോധനാ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി ജില്ലയിലെ അംഗീകൃത ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളോട് തങ്ങളുടെ പ്രതിനിധികളെ അധികാരപ്പെടുത്തുവാൻ ഡിസംബർ 22 രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ ആസ്ഥാനങ്ങളിലും സംസ്ഥാന ആസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ കൈമാറി. യന്ത്രങ്ങളുടെ പരിശോധന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ECI വെബ്സൈറ്റിൽ ലഭ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനുവലിൽ ലഭ്യമാണെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിക്ക് കാസർഗോഡ് തുടക്കമായി. കാനായി കുഞ്ഞിരാമന്റെ കാഞ്ഞങ്ങാട്ടുള്ള വസതിയിലെത്തി അഭിപ്രായം ശേഖരിച്ച് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിക്ക് കാസർഗോഡ് തുടക്കമായി. കാനായി കുഞ്ഞിരാമന്റെ കാഞ്ഞങ്ങാട്ടുള്ള വസതിയിലെത്തി അഭിപ്രായം ശേഖരിച്ച് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഫൈൻ ആർട്സ് കോളേജ് സ്ഥാപിക്കണമെന്ന് കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. തൃശൂരിന് വടക്ക് സർക്കാർ ഫൈൻ ആർട്സ് കോളേജുകളില്ല. ഇതിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കാനായി പറഞ്ഞു. രക്ഷിതാക്കളുടെ താൽപ്പര്യങ്ങൾക്കല്ല, കുട്ടികളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള പഠന രീതിക്ക് പ്രാമുഖ്യം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ജനകീയമാകണം. പോലീസ് സ്റ്റേഷനുകളിലും സർക്കാർ ഓഫീസുകളിലും ജനങ്ങൾ ഭയത്തോടെ പോകുന്ന സാഹചര്യം ഇല്ലാതാകണം. ശില്പം, ചിത്രകല തുടങ്ങിയ ഫൈൻ ആർട്സിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് അതിന് അവസരമുണ്ടാകണമെന്നും കാനായി പറഞ്ഞു. ഫൈൻ ആർട്സ് കോളേജ് സ്ഥാപിക്കുവാൻ കേന്ദ്ര സർവകലാശാലയ്ക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാനായി കുഞ്ഞിരാമന്റെ പത്നി നളിനി ഒപ്പമുണ്ടായിരുന്നു. സർക്കാർ ജനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ച് നയം രൂപീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ, വൈസ് ചെയർപേഴ്സൺ അനിത, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, അസംബ്ലി മണ്ഡലം ചാർജ് ഓഫീസർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K. സജിത് കുമാർ, ജില്ലാ നിർവഹണ സമിതി അംഗം K. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, സാമൂഹിക പ്രവർത്തകൻ K. പ്രസേനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ജനുവരി 1 മുതൽ 5 വരെ നടക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കൊടിയേറ്റി. 5 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും കണ്ണൂർ ഹോളി മൗണ്ട് ഡയറക്ടർ ഫാദർ ഷിജോ എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഏഴിമല ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ യടത്തിൽ മുഖ്യ കാർമ്മികനായിരുന്നു. ജനുവരി 3 ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ആദ്യ കുർബാന സ്ഥൈര്യലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തൃക്കരിപ്പൂർ ടൗണിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ സ്വരൂപം വഹിച്ച് അനുഗ്രഹയാത്ര നടക്കും. രാത്രി 8 മണിക്ക് നിസരി ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. ജനുവരി 4 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന സാഘോഷമായ ദിവ്യബലിക്ക് പരിയാരം സെന്റ് ജോൺ പോൾ സെക്കൻഡ് സെമിനാറി റക്ടർ ഫാദർ ഷോബി ജോർജ് മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണ വിതരണവും നടക്കും.
ജനുവരി 5-ന് മരിച്ചവരുടെ ഓർമ്മദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ 6:45-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് കൊടിയിറക്കവും നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ക്രിസ്തുമസ് അവധിക്കാലം നിരവധി സേവന പ്രവർത്തനങ്ങളുടേതാക്കി മാറ്റി NSS വളണ്ടിയർമാരുടെ ക്യാമ്പുകൾ. വിവിധ ഹയർ സെക്കൻഡറി, VHSSE വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് സപ്തദിന ക്യാമ്പുകളിലൂടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സന്നദ്ധ സേവനത്തിലൂടെ മാതൃക കാട്ടുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനും സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകം എത്തിക്കലും പൂന്തോട്ടങ്ങളും പച്ചക്കറി വാഴത്തോട്ടങ്ങളും ഒരുക്കലുമെല്ലാം ഒരാഴ്ച നീണ്ട ക്യാമ്പുകളുടെ ഭാഗമായി വളണ്ടിയർമാർ ഏറ്റെടുത്തു. അതോടൊപ്പം പല ക്യാമ്പുകളിലും പ്രീ പ്രൈമറികളിലെയും അംഗൻവാടികളിലെയും കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങൾ അവർ എത്തിച്ചു നൽകുകയും ചെയ്തു. വലിയപറമ്പ് പടന്നാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ NSS വളണ്ടിയർമാർ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ IIT ALP സ്കൂളിൽ കദളീവനം എന്ന പേരിൽ വാഴത്തോട്ടമൊരുക്കി 25 വാഴക്കന്നുകൾ നട്ട് വേലികെട്ടിയാണ് വാഴത്തോട്ടം സമർപ്പിച്ചത്. ഗാന്ധി ആശയ പ്രചാരണത്തിന്റെ ഭാഗമായി IIT സ്കൂളിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വർണ്ണചിത്രം നൽകി. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷറ ചിത്രം കൈമാറുകയും വാഴത്തോട്ടം സമർപ്പിക്കുകയും ചെയ്തു. സ്കൂൾ ലൈബ്രറിയിലേക്ക് വ്യത്യസ്തങ്ങളായ 80 പുസ്തകങ്ങൾ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP മനോജ് കൈമാറി. പ്രീ പ്രൈമറി അംഗൻവാടി കുട്ടികൾക്ക് സ്നേഹാങ്കണം പദ്ധതിയിൽ കളിപ്പാട്ട വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വലിയപറമ്പ് ഡിവിഷൻ അംഗം K സിന്ധു വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം AK ഉമ്മുക്കുൽസു ഏറ്റുവാങ്ങി. 50 തുണിസഞ്ചികളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം AK ഉമ്മുക്കുൽസു അധ്യക്ഷത വഹിച്ചു. പടന്നാക്കടപ്പുറം സ്കൂൾ പ്രിൻസിപ്പൽ N ലത്തീഫ്, PTA പ്രസിഡന്റ് NK മുഹമ്മദ് കുഞ്ഞി, NSS കോർഡിനേറ്റർ U ദിവ്യ, N ദിനേശൻ, NK സന്ദീപ് കുമാർ, N മിസിരിയ, K മഞ്ജുള, NK അബ്ദുൽ-റഹിമാൻ, P ഷബീന എന്നിവർ സംസാരിച്ചു. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ പുതുവത്സരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ മാനേജർ മൻസൂറും ഷോറൂം ഇൻചാർജ് നാസറും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് റിസ്വാനും പുതുവത്സരാശംസകൾ നേർന്ന് സംസാരിച്ചു. വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം അതിനനുസരിച്ചുള്ള തീരുമാനം നമ്മൾ പുതിയൊരു വർഷമായിട്ട് ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ വർഷം എന്നും നല്ലൊരു ഓർമ്മകളായിട്ട് ബാക്കിയുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന പല ആൾക്കാരും ഉണ്ടാവും അല്ലേ. ചിലർക്ക് പലരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതേപോലെ നല്ലതായിട്ടുള്ള അനുഭവങ്ങളുണ്ടായ ഒരുപാട് ആൾക്കാരുണ്ടാവും. തുടർന്ന് ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണായ നിഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണായ നിഗേ നമോ നമോ. அவள் இவளது செயல சந்தன வேல இவள் மன்மத புயல அதுதான் பூவின் மாநாடா. பஞ்சாயத்தில் உங்கு பெருத்தவள் அறிவளோ, அந்த பஞ்சாயத்துள்ள கொம்பத்தை கொம்பத்தி அறிவளோ, പണ്ട് അതാവിനെ കൊണ്ടാ പുള്ളു കിട്ടിച്ച പെണ്ണിവളോ. HR എക്സിക്യൂട്ടീവായ ഗോപികയും അനുശ്രീയും പരിപാടി നിയന്ത്രിച്ചു. പ്രശസ്ത നർത്തകിയും സീരിയൽ ആർട്ടിസ്റ്റുമായ കലാഭവൻ നന്ദനയുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സീതാലക്ഷ്മിയുടെയും സോഷ്യൽ മീഡിയ ഫെയിം ആഷ്ഫി ടെസ്ലയുടെയും നൃത്ത ചുവടുകൾ പരിപാടിക്ക് മാറ്റുകൂട്ടി.
ചിറ്റിയടിച്ചാട്ടെ മഴത്തുള്ളി കളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാലയാൽ പൊതിയും പൂമ്പാതയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാദങ്ങളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും മേഘപ്പഴകൊണ്ട് മനത്ത് കൊട്ടുകിട്ടി പിന്നെ ഞാൻ കൊണ്ടുപോകും അഷ്റഫ് ചാമക്കാടിന്റെ നന്ദി പ്രകാശനത്തോടെ പുതുവത്സരാഘോഷത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് മഖാം ഉറൂസ് ജനുവരി 6 മുതൽ 12 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാണിക്കോത്ത് മഖാം ഉറൂസ് ജനുവരി 6 മുതൽ 12 വരെ തീയതികളായി വിവിധ പരിപാടികളോടെ നടക്കും. ജനുവരി 6 വൈകിട്ട് 7 മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് സൗനലാബ്ദീൻ തങ്ങൾ അൽ ബുഖാരി ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹുബുൽ ഹബീബ് മദ സംഘം അവതരിപ്പിക്കുന്ന മദ്ഹെ മദീന മജ്ലിസ് നടക്കും. ഹാഫിൽ നൌഫൽ അൽ ഫാഹിലി ടീം നേതൃത്വം നൽകും. പ്രസിദ്ധമായ മാണിക്കോത്ത് മഖാം ഉറൂസ് ഈ വരുന്ന ജനുവരി 6, 7, 8, 9, 10, 11, 12 തീയതികളിലായി നടക്കുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന മാണിക്കോത്ത് മഖാം ഉറൂസ് 12-ാം തീയതി 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടു കൂടി സമാപിക്കും. 2-ാം തീയതി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ബി അബ്ദുറഹ്മാൻ ഹാജി പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ഉറൂസ് പരിപാടി കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും പ്രഭാഷകരും പങ്കെടുത്ത് പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും അതേപോലെ തന്നെ മറ്റ് പരിപാടികളും കൊണ്ട് ധന്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ വർഷവും നടന്നു വരുന്ന മാണിക്കോത്ത് മഖാം ഉറൂസിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ കൽപ്പിക്കുന്ന മതമൂല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി 9-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് നമുക്ക് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പും ബഹുമാനപ്പെട്ട സ്വാമിജി നമ്മുടെ ഉറൂസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈയൊരു വർത്തമാനകാല സാഹചര്യത്തിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥാവിശേഷം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാണിക്കോത്ത് ഉറൂസ് കമ്മിറ്റി എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നത്. 7 രാത്രി 7 മണിക്ക് മാഷപ്പ് അവതരിപ്പിക്കും. ജനുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സൗഹൃദ സദസ്സ് നടക്കും. ജനുവരി 10 ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഷുക്കൂർ ഇർഫാനി റഹൂഫ് അസ്ഹരി നയിക്കുന്ന ഇഷൽ വിരുന്ന് നടക്കും. ജനുവരി 11 സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫൽ സഖാഫി തെന്നല മതപ്രഭാഷണം നടത്തും. 12 തിങ്കൾ ഉച്ചയ്ക്ക് മൗലീദ് പാരായണം നടക്കും. വൈകിട്ട് അന്നദാനവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ വി അബ്ദുൾ റഹ്മാൻ ഹാജി, വൈസ് ചെയർമാൻ മുല്ലക്കോയ തങ്ങൾ മാണിക്കോത്ത്, ട്രഷറർ പി അഷ്റഫ്, ഭാരവാഹികളായ നാദർ ഷാ മല്ലമ്പലം, യൂനസ് ബദർ നഗർ, ലീഗ് മജീദ്, കരീം മൈത്രി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവന്ന രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന നാഷണൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പിന് സമാപനമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവന്ന രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന നാഷണൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പിന് സമാപനമായി. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി ഇനിയും ഒഴുകും മാനവസ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന സഹവാസ ക്യാമ്പിൽ ഡിജിറ്റൽ കൂട്ടുകാർ, കരുതൽ കവചം, ലഹരിക്കെതിരെ നാടുണരട്ടെ, വിത്തും കൈക്കോട്ടും, സ്നേഹാങ്കണം, മണ്ണും മനുഷ്യനും, വേരുകൾ തേടി,
പ്രാദേശിക ചരിത്രരചനയും പൈതൃക സംരക്ഷണവും, ദേശനാഴിക, സ്കൂൾ പൂന്തോട്ട നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടന്നു. കൂടാതെ കൈമുതൽ, സന്നദ്ധം, ഗ്രാമസ്വരാജ്, ഹരിത സാക്ഷ്യം, ഉണർവ് എന്നീ ബോധവൽക്കരണ പരിപാടികളും നടന്നു. സമാപന സമ്മേളനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഗീതം തന്നെ അതാണ്, മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആയിക്കോട്ടെ എന്നാണ്. നമ്മൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് NSSന്റെ ആപ്തവാക്യം. ആ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരാളെ കൈപിടിച്ച് കൂടെ നടക്കുമ്പോ, പാതി വഴിയിൽ വീണു പോകുമ്പോ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമ്പോ, അതൊക്കെയാണ് NSSന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. NSSന്റെ പ്രവർത്തനത്തോടൊപ്പം ഏറ്റവും നന്നായി പഠിച്ച് നല്ല മിടുക്കരാവണം, നല്ല മാർക്ക് വാങ്ങി ഇനി അങ്ങോട്ടുള്ള ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും NSS എന്ന ക്യാമ്പിനെ മറക്കരുത്. നിങ്ങൾ ചിലപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ചേരുമ്പോൾ NSS ഉള്ള കോളേജുകളിലെത്തുമ്പോൾ ഈ പാത പിന്തുടരുകയും പുതിയൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാട്ടിലെ പ്രിയപ്പെട്ട മക്കളായി മാറുകയും ചെയ്യണം. അതിലൂടെ നമ്മുടെ നാടിന്റെ മക്കളായി നിങ്ങൾ മാറണം. ദേശനാഴിക പ്രാദേശിക ചരിത്രരേഖ പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. NSS വോളണ്ടിയർമാർ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളിൽ നിർമ്മിച്ച പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK മഞ്ജിഷ നിർവഹിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ KV സുകുമാരൻ, വേലാശ്വരം സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, പ്രധാന അധ്യാപകൻ T വിഷ്ണു നമ്പൂതിരി, വോളണ്ടിയർ ലീഡർ KS അമർനാഥ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ C അനീഷ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ R പ്രീതി നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ മികച്ച വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അനുമോദനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവത്സരം ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവർഷം ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ AD ലത, പെരിയ SN കോളേജ് ചെയർമാൻ C രാജൻ പെരിയ, ഹോസ്ദുർഗ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് M ഹസൈനാർ, സെക്രട്ടറി AV പ്രദീപൻ, ജില്ലാ കമ്മിറ്റി അംഗം KV രവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കേക്ക് വിതരണവും നടന്നു. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവം. 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായാണ് യാത്ര. മനസ്സിൽ പതിയുന്ന തെയ്യക്കാഴ്ചകളെ കമനീയ രൂപങ്ങളാക്കി കാസർഗോട്ടെ ധ്യാൻ കൃഷ്ണ. 10 വയസ്സുകാരന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത് ജീവൻ തുടിക്കുന്ന തെയ്യക്കാഴ്ചകൾ. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള വനിതാ ജീവനക്കാർക്ക് താമസിക്കുവാൻ നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു നൽകിയില്ല. നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് നഗരത്തിൽ ലോട്ടറി സ്റ്റാളിനും ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്കും തീ പിടിച്ചു. ഫയർഫോഴ്സിന്റെ സംയോജിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനടയാത്രക്കാർക്ക് മേൽ നടപ്പാലം നിർമ്മിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും VV രമേശൻ. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിക്ക് കാസർഗോട്ട് തുടക്കമായി. കാനായി കുഞ്ഞിരാമന്റെ വസതിയിലെത്തി അഭിപ്രായം ശേഖരിച്ച് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.